ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. കാട്ടാളൻ്റെ ഒഫീഷ്യൽ ട്രെയിലർ വന്നിട്ടുണ്ട്. ടീസർ സത്യം പറഞ്ഞാൽ വളരെ നിരാശപ്പെടുത്തുകയാണ് ചെയ്തത്. അതിനുശേഷം വന്ന അപ്ഡേറ്റുകളിലൊക്കെ എന്തോ ഒരു ക്വാളിറ്റി ഇല്ലായ്മ ഇങ്ങനെ ഫീൽ ചെയ്യുക. ഒരു ഓക്കെ ആണ്, പക്ഷെ ഓക്കെ അല്ല, അങ്ങനത്തെ ഒരു ഫീൽ എനിക്ക് പേഴ്സണലി അങ്ങനെ ഉണ്ടായിരുന്നു. നിങ്ങളുടെ അഭിപ്രായം എന്താണുള്ളത് നിങ്ങൾ പറയുക. എന്തായാലും 2 മിനിറ്റ് 12 സെക്കൻഡ് ഉള്ള ട്രെയിലർ ഇന്ന് വന്നിട്ടുണ്ട്. നമ്മൾ പടം കാണാൻ പോയിരുന്നു പള്ളിച്ചട്ടമ്പി, അതിൻ്റെ റിവ്യൂ ഒക്കെ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ലേറ്റായി പോയത്. എന്തായാലും വന്നിട്ട് ഇപ്പോൾ 4 മണിക്കൂർ നേരമായി. 2,41,401 പേര് ഇപ്പോൾ നിലവിൽ കണ്ടിട്ടുണ്ട്. എന്തായാലും നമുക്ക് കണ്ടുനോക്കാം. കാട്ടാളൻ ട്രെയിലർ മലയാളം. ക്യൂബ്സ്, പെപ്പെ, ഷരീഫ് മുഹമ്മദ്, പോൾ, രവി ബസ്രൂർ, അതൊരു ജിന്നാണ് ബഹൻ, ദുഷാര, സുനിൽ, കബീർ, ഓർക്കാദ്യം. എന്തായാലും കണ്ടുനോക്കാം. ദ വൈൽഡ് ജസ്റ്റ് ഗോട്ട് വൈൽഡർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. റെഡി ഇല്ല, റെഡി ആയിട്ടില്ല, റെഡി. ബന്ദിപ്പൂർ ഫോറസ്റ്റ് റേഞ്ചിൽ നിന്നുള്ള കൊമ്പുകള കൊമ്പൊന്നിന് 3.5 കോടിയോളം വരും. ശരിക്കും 3.5 കോടിയോ? സുനിൽ, 100-200 ആനകളെ കൊന്ന് കൊമ്പ് കടത്തിയ ഒരു കാട്ടുകൊള്ളക്കാരനുണ്ട്. സത്യമംഗലം കാട്ടിലെ ആനകള് അവനെ കണ്ട പതുങ്ങുന്ന ചൊല്ല്. മരണപ്പെട്ട അപ്പനു വേണ്ടിയുള്ള ഒരു മകന്റെ പ്രാർത്ഥന എന്താണെന്നറിയാമോ? ഇല്ല. അപ്പൻ ആഗ്രഹിച്ചതെന്തോ അത് മകൻ നടത്തുക. ഒരാൾ ഇറുക്കുമാരി, ദി നൊട്ടോറിയസ് സെയിന്റ്. ചെകുത്താന്റെ പ്ലാൻ തെറ്റിക്കുന്നതാ ദൈവത്തിന് ഇഷ്ടം. അടിക്കുമ്പോ തല ചേർത്തടിക്കണം. ஆண்டனி நாம நினைச்ச மாதிரி இல்ல இடி. നിങ്ങൾക്കിത് ഹറാമായിരിക്കും, എനിക്കിത് ഹലാല. സത്യമാണ്, വിഷ്വൽസ് ഒന്നല്ല ശ്രദ്ധിച്ചിട്ടുള്ളത്. ഇതിൽ എവിടേക്കോ ഹനാനൊക്കെ വന്ന് പോയിട്ടുണ്ട് തോന്നുന്നു, ആ കാറിലിരിക്കണമൊക്കെ. ബട്ട് വിഷ്വൽസ് ഒന്നുമല്ല, ശരിക്കും ബീജിയം. രവി ബസ്രൂർ പുള്ളിക്കാരൻ തൂക്കി. ഇപ്പൊ എവിടെ നോക്കിയാൽ തൂക്കിയാണല്ലോ, തൂക്കി ചുവന്ന. അപ്പോ ബീജിയം ഒരു രക്ഷയില്ല. ബീജിയം അടിപൊളി, ഭയങ്കരമായിട്ട്. എന്താ ഇതിൽ തന്നെ കമന്റിൽ ഇപ്പൊ ഞാൻ എടുക്കുന്ന സമയത്ത് ഫസ്റ്റ് ഞാൻ പറയാൻ വിട്ടുപോയത്, എടുത്തപ്പോൾ തന്നെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നത്. അത് ഹനാൻ പറഞ്ഞ ഒരു കമന്റ് ഉണ്ടായില്ല. അതായത് ഒരു ട്രെയിലറിന് 3 BGM രവി ബസ്രൂർ എന്ന് പറഞ്ഞിട്ട്. ശരിയാണ്, എന്തൊക്കെ ടൈപ്പ് സാധനങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. BGM മാറിയപ്പോൾ തന്നെ ഇതിന്റെ പരിപാടിന്റെ ഒരു ലെവല് മാറി എന്നുള്ളതാണ്. ടീസറൊക്കെ കാണുമ്പോഴും അതല്ലാതെ വരുമ്പോഴൊക്കെ BGM ഇങ്ങനെ ഭയങ്കര മോശം സാധനം. ആ പാട്ടാണെങ്കിലും വർക്കായില്ല, ഒന്നും ഒരു ഓക്കെ അല്ലാത്തൊരു ഫീല്. ബട്ട് BGM വന്നപ്പോൾ വേറൊന്നിലേക്ക് ശ്രദ്ധ ശരിക്കും പോകുന്നില്ല. അമ്മാരി BGM. നിങ്ങൾ ആരെങ്കിലും എന്ത് വേണമെങ്കിലും ചെയ്യും, ഞാൻ എൻ്റെ പണി കൃത്യമായിട്ട് ചെയ്തോളാം എന്നുള്ള രീതിയിൽ രവി ബസ്രൂർ വന്ന് ചെയ്ത പോലത്തെ ഒരു ഫീൽ ആവുന്നത്. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യും, ഞാൻ BGM ആണ് ചെയ്യണത്, ഇവിടെ വാ, ഓക്കെ, ചെയ്യാം അത് ഇരുന്നിട്ട് പുള്ളിക്കാരൻ അങ്ങോട്ട് ചെയ്തേക്കാണ്. ആ ഒരു സാധനം ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ആൻഡ് ഫ്രെയിംസിലേക്ക് ഇതിലൊക്കെ വരുമ്പോൾ ഈ പറഞ്ഞ പോലെ ആദ്യം നമ്മൾ കണ്ടിരുന്ന സാധനമൊക്കെ തന്നെ, വേറെ മാറ്റമൊന്നും ഫീൽ ചെയ്യുന്നില്ല. തിയേറ്ററിൽ എങ്ങനെ ഉണ്ടാകുന്നുള്ള കണ്ടറിയണേ വേണം. ആൻഡ് BGM ഈ പടത്തിന്റെ ഏത് സിനിമയാണെങ്കിലും, എസ്പെഷ്യലി ഇത്തരത്തിൽ കൊമേഴ്ഷ്യൽ ഒരു ബിഗ് എന്താ പറയുക മാസ് പടങ്ങളൊക്കെ വരുന്ന സമയത്ത്, ആക്ഷൻ പടങ്ങളൊക്കെ വരുന്ന സമയത്ത് അതിൻ്റെ ആ സീനെ എടുത്ത് വെക്കുക എന്ന് പറഞ്ഞാൽ അതിൽ ഏറ്റവും വലിയ ഒരു ഭാഗം കൈകാര്യം ചെയ്യുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഇതിൻ്റെ മ്യൂസിക് തന്നെയാണ്. രവി ബസ്രൂർ വരുമ്പോൾ ആ ഭാഗം ഓക്കെയാണ്, ഇനി അങ്ങോട്ട് നോക്കണ്ട, ഒരു 50% ഓക്കെയാണ്. ഇനി എൻ്റെ കഥയും
അഭിനയിക്കുന്നവരുടെ കയ്യിലും ഇതിന്റെ ഡയറക്ഷൻ എങ്ങനെ ഉണ്ടാവോ അതനുസരിച്ചിരിക്കും. എനിക്ക് തോന്നുന്നു ആ ഭാഗം തന്നെയാണ് ഇതിന്റെ പേടിക്കേണ്ടത് ഇനി. കാരണം ഒരു ക്വാളിറ്റി മാർക്കൊക്കെ വെച്ച് നോക്കുമ്പോൾ ആ ഒരു ക്വാളിറ്റി ഇല്ലേ എന്നുള്ള ഡൗട്ട് വന്ന രീതിയിലാണ് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പ്രൊഡക്ഷൻ ഹൗസിന്റെ അടുത്ത് നിന്ന് പറയുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ള കമ്പയർ ചെയ്യാം. ഷെരീഫ് മുഹമ്മദ്, ക്യൂബ്സ് എന്റർടൈൻമെന്റ്, സ്വാഭാവികമായിട്ടും അവരുടെ അടുത്ത് നിന്ന് വരുന്ന ഒരു പടം. സോ നമ്മൾ അത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് അത്രയും വലിയൊരു പടമാണ് പുള്ളി ചെയ്ത് വെച്ചിട്ടുള്ളത്. സ്വാഭാവികമായിട്ട് എക്സ്പെക്ട് ചെയ്യും. ആൻഡ് വയലൻസ് ഇതേപോലത്തെ പരിപാടി തന്നെ ഒക്കെ ചെയ്യാന്ന് പറയുമ്പോൾ ഓക്കെ, ഒരു വലിയ പടം അത് എങ്ങനെ ഉണ്ടാവും അറിയാനുള്ളൊരു ആകാംക്ഷ സ്വാഭാവികമായിട്ടുണ്ട്. ബട്ട് നമ്മൾ ട്രെയിലറും ടീസറും കണ്ടിട്ടുള്ള വിഷ്വൽസൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ മാർക്കുമായിട്ട് കമ്പയർ ചെയ്താൽ വിഷ്വൽസ് കുറച്ച് ഡൗൺ ആണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ബട്ട് ഇത് കൊള്ളാം, നല്ല ട്രെയിലറാണ്, ഇഷ്ടപ്പെട്ടു.